റെഡിയായി നിൽക്കുകയാണ്. ഹലോ, ദിസ് ഇസ് ജയ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നാൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. സോ നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം. ഇന്നത്തെ വിഷയം പൂജ അമൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ താരങ്ങളാണ് ഇവർ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് വൈറലായവരല്ല, പകരം ഒരു കല്യാണം അങ്ങ് കഴിച്ച് വൈറലായവരാണ്. ഇവരെക്കുറിച്ച് അറിയാത്തവർക്കായി ഇള്ളോളം കനി പൊന്നന്തിന എന്ന സോങ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ പ്രായപൂർത്തിയായവർ വിവാഹം കഴിക്കുമ്പോഴാണല്ലോ. അതുപോലെ വെറും +2 പഠിക്കുന്ന പൂജ എന്ന പെൺകുട്ടി അമൽ എന്നൊരു പയ്യനെ കല്യാണം കഴിച്ചു. അതിനുശേഷം യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി. ഇപ്പോൾ രണ്ടുപേരും അങ്ങ് വൈറലാണ്. ഞാൻ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയി മാത്രം കണ്ടാൽ മതി. കാരണം ഇനിയുള്ള കാലഘട്ടം ഇതിനും അപ്പുറമുള്ളത് നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ ഇവർ ഡെയിലി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെയും വീഡിയോ ആക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പൂജക്കുട്ടി ഷൂളിൽ പഠിക്കാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഹലോ ഗൈസ്, പൊന്നൂസ് രാവിലെ എവിടെ പോകുമെന്ന് ചോദിക്കാം. പൊന്നൂസ് രാവിലെ എവിടെ പോകുന്നു? സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ആണോ? ഓക്കെ, അങ്ങനെ പൊന്നു പോയി ഗൈസ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കുളിച്ച് ഫ്രഷായി. ഞാൻ അവിടെ വരുന്നത് വരെ പോസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളൊക്കെ കാണിക്കുന്ന സപ്പോർട്ട് ഇനിയും വേണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അവിടെ വന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, ലവ് യു ഗൈസ്. അതെ, പൂജ ചേച്ചി സ്കൂൾ വിട്ട് വരുന്നത് വരെ ഇനി അമൽ സേട്ടൻ പോസ്റ്റ് ആയിരിക്കും. കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ. സോ ഞാൻ പറയുന്നത് ആ സമയം കൊണ്ട് 2 ലൈനെല്ലാം പിടിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ചുമ്മാ പോസ്റ്റ് ആയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മകളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് വൈകുന്നേരം മകൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കണ്ണിൽ മണ്ണെണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്ന അച്ഛൻ്റെ മനോഭാവത്തോടു കൂടിയുള്ള അമൽ സേട്ടൻ്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് പൂജക്കുട്ടി സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഗായ്സ്. ഞാൻ ഇവിടുന്ന് പോയപ്പം മറ്റേ ഡ്രസ് അവിടെ ഇട്ട് അത്രേ ഉള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോകുന്ന കാര്യം നീ എന്തുകൊണ്ട് വൃത്തിയാക്കുന്നില്ല? പിന്നെ സോട്ടൂന് ഒരുപാട് പണിയുണ്ടായിരുന്നു മോളെ. സോട്ടു ഇവിടെ മലമറിച്ച് തകർക്കായിരുന്നു. പോസ്റ്റ് ആയിരുന്നു. 2-3 ലൈനെല്ലാം പിടിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് സമയം വെറുതെ കളഞ്ഞത്. ആ ചാർജറിന്റെ വള്ളിയിട്ട് അവന് 2 എണ്ണം കൊടുക്കുക. അവന് 2 അടിയുടെ കുറവുണ്ട്. ഈ കുഞ്ഞിക്കുട്ടിയെ കാണുമ്പോൾ എന്ത് പറയാനാ? ഇത്രയും ഒരു ചെറിയ മോളെ കാണുമ്പോൾ എനിക്ക് തോന്നണേ +2 പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് തോന്നുന്നേ ഇല്ല. ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞി മോള്. കഷ്ടം തന്നെയാണ് ഇതിന്റെ ജീവിതം. എനിവേ, ഇവർ കഴിഞ്ഞ ദിവസം ഒരു Q&A നടത്തിയിരുന്നു. പബ്ലിക്കിന് ഇവരോട് എന്ത് ചോദ്യങ്ങൾ വേണമോ ചോദിക്കാം. അതിനുള്ള മറുപടിയും ഇവർ നൽകുന്നുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പൂജ അമൽ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു Q&A വീഡിയോ ആണ്. അപ്പൊ ഞങ്ങളുടെ കമന്റ് സെക്ഷൻ ഇട്ട് കുറെ പേര് ഇങ്ങനെ ഞങ്ങളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് രണ്ടുപേരും വന്നേക്കുന്നത്. ഞങ്ങളെ കുറിച്ച് അറിയാനുള്ള ആ ഒരു ത്വര. അല്ല, പിന്നെ നിങ്ങളെ കുറിച്ച് അറിയാൻ ആളുകൾക്ക് വല്ലാത്ത ത്വര തന്നെയാണെന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായതുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ പേര് വന്നെന്നാ കേട്ടെ. ഫസ്റ്റ് ദിവസം ഞങ്ങൾ വായിക്കുകയാണ്. സ്കൂളിലെത്തിയപ്പോൾ എന്തായിരുന്നു എല്ലാരും പറഞ്ഞത്? എന്റെ സ്കൂളിലെത്തിയപ്പം എല്ലാരും എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് എന്റെ മാരേജിനെ കഴിഞ്ഞതിനെ പറ്റി വലുതായിട്ടൊന്നും ചോദിച്ചില്ല. ഇൻസ്റ്റാഗ്രാമില് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീച്ച് ആയി നിൽക്കുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ എല്ലാവരും ഫോളോ ആക്കണം, എല്ലാവരും ഫോളോ ചെയ്യുകയോ ഇങ്ങനെ കുറെ റിക്വസ്റ്റ് ചെയ്തു ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം. അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ ഡീപ്പായിട്ട് എന്റെ പേഴ്സണൽ കാര്യത്തിലേക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് മാരേജ് കഴിച്ചു അങ്ങനൊന്നും ചോദിച്ചില്ല. പിന്നെ ഇവനെ തിരക്കിയെന്ന് കുറച്ച് പിള്ളേർക്ക് ഇവനെ തിരക്കിയെന്ന് പറഞ്ഞു. എന്റെ ശിവനെ, സാറ്റനും ഫാൻസ് എനിക്ക് വയ്യ. മിക്കവാറും ഇത് കേൾക്കുന്ന സിഗ്മ ബോയ്സ് തലതല്ലി ചാകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. കുറെ പിള്ളേർ ചോദിച്ചു എന്നോട് ഞാനിങ്ങനെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിട്ട് ഇറങ്ങുമ്പോ ഇനി കൊച്ചു പിള്ളേര്, എനിക്കിപ്പോ തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും കൊച്ചു പിള്ളേരെ ഞങ്ങൾ വീഡിയോസ് ഒക്കെ കാണുന്നത്. കാരണം കൊച്ചു പിള്ളേര് എപ്പോഴും ഇങ്ങനെ എന്നോട് പറയും, ആ ചേച്ചി ഭയങ്കര ഫാനാണ്, ചേച്ചി ചേട്ടൻ വീഡിയോ കാണുന്നത്, നിങ്ങളുടെ ഫോളോവറാണ്, ലൈക്ക് ചെയ്യുന്നത്, കമന്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. അതെ, കൊച്ചു പിള്ളേരാണ് നിങ്ങളുടെ വീഡിയോ കൂടുതലും കാണുന്നത്. കാരണം ഈ കൊച്ചു പിള്ളേരുടെ വീഡിയോസ് കൂടുതലും കാണുന്നത് കൊച്ചു പിള്ളേരായിരിക്കുമല്ലോ. എക്സാമ്പിൾ, ഈ കുട്ടികളുടെ വീഡിയോ ആയിട്ടുള്ള ഡോറാബുജിയുടെ വീഡിയോ കാണുന്നതും ഡോറാബുജിയുടെ ഫാൻസും അത് കുട്ടികൾ തന്നെയാണ്. അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇവനെന്താണ് ജോലി അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ എന്തുകൊണ്ട് പെട്ടെന്ന് കെട്ടിയെന്നോ അങ്ങനൊന്നും ചോദിച്ചില്ല. പേഴ്സണൽ കാര്യം അധികം ആരും തലയിടാൻ വന്നിട്ടില്ല. ടീച്ചേഴ്സും അങ്ങനെ തന്നെ ഒന്നിനെ പറ്റി ചെയ്തു. ഞാൻ അവിടെ പഠിക്കാൻ ചെന്നൊരു സ്റ്റുഡന്റ് ആണ്, പഠിക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പഠിക്കുന്നു, വരുന്നു, അതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. താനീ മഹത്തായ കാര്യം ചെയ്തു വെച്ചിട്ട് ഈ സ്കൂളിലുള്ളവരും
പിന്നെ ടീച്ചർമാരും തന്നെക്കുറിച്ച് ഒന്നും പറയാറില്ല എന്ന് പറയുമ്പോഴും അവർക്ക് തന്നെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ മുമ്പിൽ വെച്ച് പറയണമെന്നില്ലല്ലോ, അല്ലാത്തപ്പോഴും പറയാമല്ലോ. സോ അതുകൊണ്ട് എന്ത് ഫൂളിഷ്നെസ് ആയി പറയുന്നേ? ചേച്ചിയുടെ സ്കൂൾ ഏതാ? സ്കൂൾ റിവീൽ ചെയ്യുന്നില്ല. സ്കൂൾ ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളത് പറയുന്നില്ല. എന്തോന്ന് സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നോ? അപ്പൊ ചേട്ടനും ചേച്ചിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ചെയ്ത കാര്യം മഹത്തായ ഒന്നല്ല എന്ന്. അതുകൊണ്ടാണല്ലോ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് നമ്മുടെ അമലേട്ടൻ പറയുന്നത്. മാരേജ് കഴിഞ്ഞതിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? മാരേജ് കഴിഞ്ഞതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെ എടുത്ത ഡിസിഷനാണ് എന്റെ മാരേജ്. അയ്യോ മോളെ, ഈ പ്രായത്തിൽ മാരേജ് കഴിഞ്ഞതിൽ ഇപ്പോൾ റിഗ്രറ്റ് ഒന്നും തോന്നില്ല. പക്ഷേ കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതേ ചോദ്യം ഇതേ കുട്ടിയോട് ചോദിച്ചാൽ ഈ പറഞ്ഞ ഉത്തരത്തിന് പകരം ചിലപ്പോൾ ഒരു മൗനം മാത്രമായിരിക്കും മറുപടി. അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. പിന്നെ എന്റെ ഇതിലും രണ്ടാമതെടുത്ത ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആരും എടുത്തിയാടി ഇങ്ങനൊന്നും തീരുമാനം എടുക്കുകയായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് പെട്ടെന്നാണ് ചെയ്തത്. നിങ്ങൾ അറിയണം, അത്രയും ഡേഞ്ചർ സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടി സേട്ടന്റെ കൂടെ ഈ പ്രായത്തിൽ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വേദനിച്ച് പണ്ടാരടങ്ങും. ഈ കുട്ടിയുടെ നല്ല ഭാവി മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് +2 കഴിഞ്ഞ് ഇവളെ വിദേശത്ത് പഠിപ്പിക്കാൻ വിടാനായിരുന്നു ആ രക്ഷിതാക്കൾ തീരുമാനിച്ചിരുന്നത്. എന്ത് ദ്രോഹമാണ് വീട്ടുകാർ ഈ കുട്ടിയോട് കാണിക്കാൻ പോയത്. അതുകൊണ്ടാണ് കുട്ടി സേട്ടന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്ത് പറയാനാണ്? ഒന്നുമില്ലെങ്കിൽ ആ കുട്ടി ഒന്ന് ചിന്തിക്കണമായിരുന്നു, അവളുടെ +2 കഴിഞ്ഞതിന് ശേഷം അവൾ വിദേശത്ത് പോയി പഠിച്ച് നല്ലൊരു വിദ്യാഭ്യാസം നേടിയതിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു ജോലി സമ്പാദിച്ചതിന് ശേഷം ഇതേ പയ്യനോട് അതേ ഇഷ്ടം അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ് ആ കല്യാണം നടത്തുകയല്ലേ വേണ്ടായിരുന്നത്. പകരം ഈ കാട്ടിയത് ഒരു അതിബുദ്ധിയായി നാളുകളിൽ തോന്നാതിരിക്കട്ടെ. മോളുടെ അമ്മ വിളിക്കാറുണ്ടോ? ഇപ്പോഴും പ്രശ്നമാണോ? ശരിക്കും പ്രശ്നമാണ്. എന്റെ അമ്മ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്റെ വീട്ടുകാരായിട്ട് ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല. വിളിക്കത്ത് കൊടുക്കത്തൊന്നുമില്ല. അവര് കോണ്ടാക്ട് ചെയ്യത്തില്ലായിരിക്കും, കാരണം ചെയ്യാനൊക്കെ പ്രയാസമാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതുവരെ എന്തായാലും ഇല്ല. എല്ലാം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ബേബി പ്ലാനിങ് ഉണ്ടോ? ഇത് കുറെ പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബേബി പ്ലാനിങ് ഉണ്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബേബി പ്ലാനിങ് ഒന്നും ഇപ്പഴില്ല. ഇപ്പൊ എന്റെ പഠിത്തം ഇതിന്റെ ഇടയ്ക്ക് ഒരു ബേബിയാണ് ഞങ്ങൾ തിങ്ക് ചെയ്തിട്ടേ ഇല്ല. ഞങ്ങളിപ്പോ നോർമലി ഞങ്ങൾക്ക് കല്യാണം ഇങ്ങനെ നിക്കാൻ പറ്റുന്ന സാഹചര്യമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് കല്യാണം കഴിച്ചു. പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് എല്ലാരും വിചാരിച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെ അടുത്ത് കൊച്ചാൻ അങ്ങനൊന്നുമല്ല. അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. സ്വന്തം കാലിൽ ഇതുവരെ സെറ്റായി നിന്നിട്ടില്ല. സ്വന്തം കാലിലേക്ക് നിന്നിട്ട് ഒരു കൊച്ചിനെ നോക്കാനുള്ളൊരു കഴിവുണ്ടാവുമ്പോ അപ്പം അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കത്തുള്ളൂ. ബേബിയെ കുറിച്ച് പറഞ്ഞപ്പോ സേട്ടന്റെ മുഖത്തൊരു നാൺ വന്നു. എന്റെ പൊന്ന് സേട്ടാ, ആദ്യം ഈ ബേബിയെ വളർത്തി പഠിപ്പിച്ചെടുക്ക്, എന്നിട്ട് അടുത്ത ബേബിയെ കുറിച്ച് ചിന്തിക്കാം. പൂജ കുറച്ചുകൂടി വലുതായി അമലിനെ വേണ്ടായിരുന്നു എന്ന് തോന്നുമോ? ഒരിക്കലുമില്ല. കുറച്ചുകൂടെ വലുതായെന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഇനി കുറച്ചു നാളൂടെ കഴിയുമ്പോ ഞാൻ വേറെ പയ്യനെ തപ്പി പോവും എന്നാണ് ചോദിച്ചത്. മൈൻഡ് മാറുന്നൊന്നുമല്ല, ഒരിക്കലും ഇല്ല. ഇവനെന്നും പറഞ്ഞ് 3 വർഷം ഞാൻ നിന്നു. ഇവനെ കെട്ടി. എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കെട്ടി. കുറച്ചുകൂടെ വലുതായെന്ന് ഉദ്ദേശിച്ചാൽ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം പൂജയെ കണ്ടാൽ ഒരു കുഞ്ഞിക്കുട്ടിയായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. സേട്ടൻ പറഞ്ഞത് ശരിയാണ്. അവൾക്ക് കുറച്ചുകൂടെ പക്വത വന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ അപ്പോഴും ഇതേ ഉത്തരം നിങ്ങൾ രണ്ടുപേരും പറയണം. പിന്നെ ഇനി 3 കൊല്ലം എന്നല്ല, എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാൻ മാറ്റാമെന്ന് തോന്നുന്നുണ്ട്. ഇവൻ തന്നെ ആയിരിക്കും എന്റെ ഹസ്ബൻഡ്. ഇവന്റെ കൂടെ തന്നെ ജീവിക്കും. അമലിനെ വേണ്ടെന്ന് എനിക്കും ഒരിക്കലും തോന്നത്തില്ല. കാരണം ഞാൻ ട്രസ്റ്റ് ചെയ്ത് സ്നേഹിച്ചു. എന്നെ അതുപോലെ തിരിച്ച് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നു.
ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഇവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആയി പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന പുതുതലമുറയോടാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പ്രായത്തിലുള്ളവരോടായിരിക്കും സംശയങ്ങൾ ചോദിക്കുന്നത്. അവർ നിങ്ങളെപ്പോലെ ജീവിതാനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കല്യാണം കഴിക്കാനുള്ള വലിയ മോട്ടിവേഷനൊക്കെ തരും. അത് നിങ്ങളെ വലിയ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പകരം നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ 30 വയസ്സിന് മേലെ പ്രായമുള്ള ചേട്ടന്മാരോ ചേച്ചിമാരോ സുഹൃത്തുക്കളായി ഉണ്ടെങ്കിൽ അവരോട് വിവാഹത്തെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ചോദിക്കൂ. ഈ പ്രായത്തിൽ നിങ്ങൾ നന്നായി പഠിക്കൂ, ഒരു ജോലി സമ്പാദിക്കൂ. അതിനുശേഷം നിങ്ങളുടെ പ്രണയം അപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ് ആ വിവാഹം നടത്തി ഹാപ്പിയായി ജീവിക്കൂ. പകരം ഈ പ്രായത്തിൽ വിവാഹമല്ല, വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയുമാണ് നിങ്ങൾക്ക് ആവശ്യം.